ഈ സൺലൈറ്റ് കണ്ടോ? ഈവനിങ് ഒരു 4 o'clock ആയപ്പോൾ കണ്ട സൺലൈറ്റാണ്. അപ്പോൾ അതിൻ്റെ എനർജി കയറി എന്തൊരു മോട്ടിവേഷൻ. ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം, ഒന്ന് നടക്കാൻ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടുപേരും നടക്കാൻ പോവാണ്. വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്, കണ്ടില്ലേ? അവിടെ ഇപ്പോൾ ഇവിടെ ഒരു 5 മണിയായി. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ദിവസങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും രാത്രി ആവാനായിട്ട് ഒരു 5 മണി 5:30 ആവും. നേരത്തെ 2 മണിയാകുമ്പോഴത്തേക്ക് ഇരുട്ടാവുമായിരുന്നു. അപ്പോൾ നമുക്ക് ഫുള്ളി ഡിപ്രസ്ഡ്, നമ്മൾ ഭയങ്കര എന്താ പറയുക, നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോവാണ്. ചെന്ന വഴി കണ്ടില്ല, ഇവിടെ ഒരു ഓപ്പൺ ജിമ്മുണ്ട്, പാർക്കുണ്ട്, റഗ്ബി കോർട്ടുണ്ട്, അങ്ങനെ കുറേ സംഭവമുണ്ട്. എൽദോ ആണെങ്കിൽ ആഞ്ഞ് പരിശ്രമിക്കുകയാണ് ഒറ്റ ദിവസം കൊണ്ട് വണ്ണം കുറയ്ക്കാനും. പക്ഷേ നമുക്ക് പറ്റില്ലല്ലോ, ഹാർഡ് വർക്ക് വേണമല്ലോ നമുക്ക്. നാട്ടിൽ പണ്ട് ജീപ്പ് ഓടിക്കണ ഇങ്ങനെയാണെന്നൊക്കെയാണ് എൽദോ പറയുന്നത്. നല്ല അടിപൊളിയായിട്ട് ഗ്രീനറി ഒക്കെ ഉള്ള നല്ല സ്ഥലമാണ്. കണ്ടല്ലോ, ഇവിടെ ട്രീസിൽ ലീവ്സ് ഒന്നുമില്ല, എല്ലാം പോച്ച്. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് മുമ്പ് നടക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ മൊത്തത്തിൽ കാണാനായിട്ട്. സ്കൈയിൽ ഒരു മൂണൊക്കെ ഉണ്ട്. 5 o'clock കഴിഞ്ഞേ ഉള്ളൂ, എനിക്ക് തോന്നുന്നു നിയർലി ഒരു 5:30 ഒക്കെ ആയി കാണും ഈ സമയത്ത്. അപ്പോൾ അങ്ങ് ദൂരതേ അവിടെ കണ്ട കുറേ പിള്ളേർ അവിടെ നിന്ന് ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ട്. ഇതിവിടെ റഗ്ബി ഗ്രൗണ്ടാട്ടോ, ഇവിടെ റഗ്ബിയുടെ ഗ്രൗണ്ടാണ് ഇവിടെ ആണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല ഇതെന്താ സംഭവം, എന്തോ ഒരു ഗ്രൗണ്ടാണ്. ഞങ്ങളങ്ങോട്ട് വന്നിട്ട് ഞങ്ങളെല്ലാം മെഷർ ചെയ്യാണ്, എന്തോരം ഓടാൻ പറ്റും, എന്തോരം നടക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ മെഷർ ചെയ്യാണ്. അങ്ങ് ദൂരതേ അവിടെ ഒരുത്തൻ ഒറ്റയ്ക്ക് ഇരുന്ന് റഗ്ബി ബോൾ ഇട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നമുക്കറിയില്ല ഇതിനെക്കുറിച്ച്. ഞാനിവിടെ വന്നേ പിന്നെ റഗ്ബി എന്നുള്ളൊരു കളി ഉണ്ടെന്ന് തന്നെ അറിയുന്നത്, കേട്ടിട്ടുണ്ട്, കൂടുതലൊന്നും അറിയില്ല. കാരണം ഇവിടെ ഇപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരായാലും അവരുടെ റിലേറ്റീവ്സ് അങ്ങനെ കുറേ പേരൊക്കെ സിബ്ലിങ്സ് ഒക്കെ ഇങ്ങനെ കളിക്കുന്നവരുണ്ട്. അത് ഞങ്ങൾ ബെറ്റ് വയ്ക്കുകയാണ്, എൽദോ ഈ ഗ്രൗണ്ടിന് ചുറ്റും 2 പ്രാവശ്യം നിർത്താതെ ഓടാം, അപ്പോൾ 100 pounds ബെറ്റ്. അപ്പോൾ എൽദോ വാക്കുകൊണ്ട് എന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ട് എൽദോ വീഡിയോ എടുത്ത് വെക്കുകയാണ്. കാരണം എൽദോ പറഞ്ഞു എങ്ങാനത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പൈസ കൊടുക്കത്തില്ലെന്ന്. അങ്ങനെ എൽദോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൽദോ നിർത്തുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ചുമ്മാ സൂം ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ പുള്ളി അടിപൊളിയായിട്ട് തന്നെ ഓടി അങ്ങനെ എത്തി. എല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ മടിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ ഓടാനും പറക്കാനൊന്നും പോയില്ല. പക്ഷെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനൊന്നും ആഗ്രഹമുണ്ട്, എല്ലാം നടക്കുമെന്ന് വിചാരിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. കാരണം ഞങ്ങളുടെ ഒരു കാർ കാണാനായിട്ട് ഒരു സെയിൽ ചെയ്യാനിട്ടുണ്ട്. അപ്പോൾ അത് സെല്ലാവാൻ വേണ്ടിയിട്ട് ഒരാൾ കാണാൻ വരാമെന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പാർക്കിങ്ങിലായിട്ട് പോവാണ്. കയ്യിൽ നിന്ന് കാശ് പോകുന്നു എന്നുള്ള സങ്കടമാണ് എൻ്റെ മുഖത്ത് നിങ്ങൾ കാണുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നടന്നു പോകുന്നു, പാർക്കിങ്ങിലായിട്ട് നടന്നു പോവാണ്. അങ്ങനെ ഞങ്ങൾ ബൈ എല്ലാം പറഞ്ഞ് പോവാണ്. ഇത്രയും നാളാണ് ഞങ്ങളിവിടെ വന്നിട്ട് 6 മാസമായി, പക്ഷേ ഞങ്ങൾ ഇപ്പോഴാണ് ഇവിടെ വരുന്നത്. അത്രയേ ഉള്ളൂ. അങ്ങനെ അവർ വന്നു, അവർ അപ്പോഴത്തേക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കാർ വാങ്ങിക്കാൻ നോക്കണവരെ. അവർക്ക് ഞങ്ങൾ കാർ ടെസ്റ്റ് ഡ്രൈവിന് കൊടുത്തിട്ട് ഞങ്ങൾ ജസ്റ്റ് ഇവിടെ വെയിറ്റ് ചെയ്യണം. എന്തായാലും അവർ വാങ്ങിക്കുമെന്ന് നമുക്കറിയത്തില്ല. ഞങ്ങൾ അടുത്ത പ്ലാൻ ഇടുകയാണ്, ഇത് കഴിഞ്ഞിട്ട് എന്താണ് പ്ലാൻ എന്നുള്ള പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ആ കാർ തന്നെ കൊണ്ട് ഞങ്ങൾ പുറത്ത് പോയി ജസ്റ്റ് ചുമ്മാ ഒന്ന് കറങ്ങാനായിട്ട്. അത്രയേ ഉള്ളൂ. ബൈ.